കോഴിക്കോട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കോട്ടയം കിടങ്ങൂർ സ്വദേശി ലക്ഷ്മി രാധാകൃഷ്ണനെ ഇന്നലെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്കാണ് BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനിയായ ലക്ഷ്മിയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലക്ഷ്മിയുടെ മുറിയിൽ നിന്ന് തന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ലെന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായി മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചു. മൃതദേഹം കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ഇപ്പം ഞങ്ങളിപ്പോൾ അന്വേഷിച്ചിട്ടും വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അവൾ ആത്മഹത്യ ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് ദുരൂഹതയുണ്ട്, സംശയമുണ്ട്. കാരണം വെറുതെ ആരും ചെയ്യുമല്ലോ. ഇപ്പം ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു, കോളേജിൽ വന്ന് അന്വേഷിച്ചു, കൂടെയുള്ള സ്റ്റുഡൻസായിട്ട് സീനിയേഴ്സ് ജൂനിയേഴ്സ് ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു. ഹോസ്റ്റലിൽ പോയി അവിടെ ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഇവരാരും പറയുന്നത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവൾ സന്തോഷവതിയായിരുന്നു, വേറെ അവളുടെ ഭാഗത്തുനിന്ന് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലക്ഷ്മി സ്വദേശമായ കിടങ്ങൂരിൽ നിന്ന് തിരികെ കോഴിക്കോടെത്തിയത്. ഇന്നലെ പനിയാണെന്ന് പറഞ്ഞാണ് ലക്ഷ്മി കോളേജിൽ പോകാതിരുന്നത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് 2 സുഹൃത്തുക്കളെ വിളിച്ചിരുന്നെങ്കിലും അവർ ഫോൺ എടുത്തിരുന്നില്ല. ജില്ലാ പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകി. ലക്ഷ്മിയുടെ സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 24 കോഴിക്കോട്.